ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ട്രിപ്പിൾ സ്പേസ് ടൈം. ശിവ ഹിയർ. ഞാനൊരു പുതിയ മൊബൈൽ മേടിച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയായിട്ട്. അപ്പോൾ നല്ല രീതിയിൽ വീഡിയോസ് എടുക്കാനും ഇതിൽ എഡിറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് പോക്കോ ഫോൺ F1 മേടിച്ചത്. അപ്പോൾ 2019 ഞാൻ എന്തുകൊണ്ടാണ് പോക്കോ ഫോൺ 19 തന്നെ ബിലീവ് ചെയ്ത് ഇത് തന്നെ എടുത്തത് എന്നുള്ളതാണ് ഞാൻ ഈ റിവ്യൂവിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇതിൽ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആദ്യമായിട്ടാണ് എൻ്റെ പേജ് കാണുന്നതെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെൽ നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ റിവ്യൂസും ഓരോ കണ്ടന്റുകളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ മുടങ്ങാതെ എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫോൺ എടുത്തത് എന്ന് തന്നെ തുടങ്ങാം. കാരണം ഞാൻ ക്യാമറ ഓറിയൻറ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഷൂട്ട് ചെയ്യാനായിട്ട് ഇതിൻ്റെ 12 മെഗാ പിക്സലും ഇവിടുത്തെ 5 മെഗാ പിക്സലും നല്ല രീതിയിൽ ഡെപ്ത് സെൻസിങ്ങും ഇതും കൂടെ ചേർന്ന് നല്ല രീതിയിൽ ഫോക്കസിങ്ങും വൈറ്റ് ബാലൻസിങ്ങും വരുന്നു എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറെ റിവ്യൂകൾ കണ്ട് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇതെടുത്തത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫ്രണ്ട് ക്യാമറ 20 മെഗാ പിക്സലും ഇവിടെ ഒരു IR ബ്ലാസ്റ്ററും ഉണ്ട്. അപ്പോൾ അത് ഫോക്കസിങ്ങിനും ഡെപ്ത് സെൻസിങ്ങിനൊക്കെ സഹായിക്കുകയും രാത്രിയിലും ഫേസ് റെക്കഗ്നിഷൻ വർക്ക് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് പോപ്പപ്പ് ചെയ്ത് വരുന്ന ഫ്രണ്ട് ക്യാമറ വേണമെന്നില്ല, പക്ഷെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന അതേ ക്വാളിറ്റിയിലുള്ള തന്നെ ക്യാമറ വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഇതിലോട്ട് പോകാം. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ ആദ്യകാലങ്ങളിൽ ഇറങ്ങിയതിൽ ചെറിയ രീതിയിൽ നോയിസ് ബ്ലീഡിങ് വരുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ രീതിയിലുള്ള ലൈറ്റ് ബ്ലീഡിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തില്ല. ഞാൻ ഇട്ടേക്കുന്ന വാൾപേപ്പേഴ്സ് അങ്ങനെ ആയതുകൊണ്ടാവാം. പിന്നെ ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അകത്ത് 4000 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ പക്ഷെ ഫാസ്റ്റ് ചാർജിങ് വരുന്നില്ല. ടൈപ്പ് സി ആണ് ഇതിൻ്റെ കണക്ടിവിറ്റി വരുന്നത്. ടൈപ്പ് സിയിൽ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഒരു എക്സ്ട്രാ ഡേറ്റ കേബിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും ഇതിൽ പോസിബിൾ ആണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ പ്രോസസ്സറാണ്. 845 പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 845 കപ്പിൾഡ് വിത്ത് 6GB റാമാണ്. ഞാൻ എന്തുകൊണ്ട് 8GB റാമിലോട്ടൊന്നും പോയില്ല എന്നുള്ളതിന് കാരണം 8GB റാം ഞാൻ ഇത്രയും മാത്രം ഗെയിമുകളെല്ലാം യൂസ് ചെയ്തിട്ടും എനിക്ക് അപ്പോഴും ഒരു 2GB ഒക്കെ ഫ്രീ സ്പേസ് വരുന്നുണ്ട്. ഇനി 2020 ശേഷമേ എന്തായാലും ഇനി ഒരു 8GB എങ്കിലും ആവശ്യം വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ എന്തായാലും ഡെവലപ്പ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈസി ആയിട്ട് ഇനിയും 2 years യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്യാമറയിലെ ക്വാളിറ്റിയും നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാനും പറ്റുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എസ്തെറ്റിക്സിൽ ബിലീവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും പോക്കോ ഫോണിലോട്ട് പോകാം. പവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവൈലബിൾ ആണ് ഈ ഫോണിൽ. പിന്നെ ഇതിൽ തെറ്റുകുറ്റങ്ങളായിട്ടുള്ളതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ബഗ്ഗുകളെല്ലാം കറക്റ്റ് ചെയ്ത് കഴിയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ബഗ്ഗുകൾ ഉണ്ടാകും എന്നുള്ള പേടി വേണ്ട. കാരണം കുറച്ചധികം ഡെവലപ്പേഴ്സ് ഇതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കാരണം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബാക്ക് വരുന്നൊരു പ്ലാസ്റ്റിക്കാണ്. ഒരു പോളികാർബണേറ്റ് എന്നൊക്കെ പറയും, പക്ഷെ പ്ലാസ്റ്റിക്കാണ് സംഭവം. വലിയ വെയിറ്റ് ഇല്ല. റാം 6GB റാമാണുള്ളത് ഇതിന്. അതുപോലെ 845 പ്രോസസ്സറും കൂടെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഫുൾ പക്ക കുറേ നേരം പബ്ജി കളിച്ച് കുറേ നേരം ഓസ്ഫോൾട്ട് കളിച്ച് എന്നിട്ടും ബാറ്ററിയൊക്കെ നല്ല രീതിയിൽ നിൽക്കും. പക്ഷെ ചെറുതായിട്ടൊന്ന് ഹീറ്റിംഗ് ആവും. ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ചെറിയൊരു ലിക്വിഡ് കൂളിംഗ് ഉണ്ട്. ആ ലിക്വിഡ് കൂളിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും ഹീറ്റിംഗ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അപ്പോൾ അത് എന്തായാലും പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് 2019 ഈ ഫോൺ. എനിക്ക് കണ്ടോ, ഇത് ഗൊറില്ല 3 ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് കണ്ടോ ഞാനൊരു ചെറിയ സ്ക്രാച്ച് വീണിട്ടുണ്ട് ഇതിൻ്റെ ലെൻസിലല്ല സ്ക്രീനിൽ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും വേക്കപ്പ് ആവുകയും ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഓഫ് ആവുകയും ചെയ്യും. സോറി, വേറെ സ്ക്രീൻ ഇല്ലാത്തതുകൊണ്ടാണ് അതിലോട്ട് പോയത്. വേറെ പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റീനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് നിങ്ങൾ ചന്ത എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ നിങ്ങൾക്ക് അതിൻ്റെ വൈറ്റ് ബാലൻസിങ് എങ്ങനെ, എക്സ്പോഷർ എങ്ങനെയെന്നൊക്കെ ഉള്ള നല്ലൊരു, അതുപോലെ ഓഡിയോ റെക്കോർഡിങ് എങ്ങനെയെന്നുള്ളതിൻ്റെയൊക്കെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. കാരണം ഞാൻ അതിൽ മ്യൂസിക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അതാണ് എനിക്ക് ക്യാമറേനെ പറ്റി. അതുപോലെ തന്നെ ഇതിൻ്റെ ലൈവ് ഇതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിനൊക്കെ ഇതിൽ നിന്ന് ലൈവ് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, ഫ്രണ്ട് ക്യാമിൽ നിന്ന് ലൈവ് പോയി കഴിഞ്ഞാലുള്ള ക്ലാരിറ്റി ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിൽ ഞാൻ വർക്ക് ചെയ്ത കുറച്ച് വർക്കുകളൊക്കെ ലാസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക. ഡിസ്പ്ലേ ഒരു ഐഫോൺ ടൈപ്പ് ഒരു നോച്ച് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇൻഫ്രാറെഡ് ആയിട്ടുള്ള സെൻസറാണ് നമ്മൾ ഫേസ് റെക്കഗ്നീഷന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ 20 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ.
അതും ഇതും കപ്പിൾ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫോക്കസിങ് ഒക്കെ ലോ ലൈറ്റും നല്ല രസമായിട്ട് കിട്ടുന്ന ഒരു ക്യാമറയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവൽ ക്യാം സെറ്റപ്പാണ്. 12 മെഗാ പിക്സലാണ്, ഇത് 5 മെഗാ പിക്സലാണ്. പിന്നെ ഇതിൻ്റെ പറയാനുള്ള 4K റെക്കോർഡിംഗ് ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇവിടെയാണ് വരുന്നത്. പിന്നെ എനിക്ക് ഈ 2019 ഈ ഫോണ് എടുക്കാൻ യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം, ഇതിൻ്റെ അകത്ത് 845 സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ വരുന്നുണ്ട്. അത് ഫ്ലാഗ്ഷിപ്പിൽ വരുന്ന ഒരു പ്രോസസ്സറാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സർ ഉള്ളത് കൊണ്ട് ഞാൻ എന്താ പബ്ജി കളിക്കുന്നുണ്ട്, മൊബൈൽ ലെജൻസ് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വാർവിന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ആപ്സൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാമറ എഡിറ്റിന് ശേഷം കൈൻ മാസ്റ്ററിൽ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് നല്ല ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എക്സ്പോർട്ടിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് 2019 ഈ ഫോൺ എടുക്കാനുണ്ടായ കാരണം. അപ്പോൾ നിങ്ങളും ഒരു ഫോൺ മേടിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ അകത്ത് എന്താ പറയുക, പോപ്പപ്പ് ചെയ്ത് വരുന്ന ക്യാമറ വരണമെന്ന് താല്പര്യമില്ല. ഈ ബാക്കിലിരിക്കുന്ന ഫിംഗർ പ്രിൻറ്റ് മാറി ഫ്രണ്ടിൽ ഇവിടെ വരണമെന്ന് താല്പര്യമില്ല. പക്ഷേ നല്ല രീതിയിലുള്ള ഒരു 4000 ബാറ്ററി വേണമെന്ന് താല്പര്യമുണ്ട്. നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കളർ റീപ്രൊഡക്ഷനും വൈറ്റ് ബാലൻസിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ക്യാമറ വേണമെന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, ബട്ട് അതിൻ്റെ ലുക്സിൽ നിങ്ങൾ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല, നോച്ച് നിങ്ങൾക്ക് കുഴപ്പമില്ല, പിന്നെ വേറെ എന്ത് പറയാൻ, ബാക്കിലത്തെ പ്ലാസ്റ്റിക്കിലുള്ള ബോഡിയാണ് ഇത്. ഞാൻ ഇപ്പോൾ എൻ്റെ റബ്ബർ കൂടെ കിട്ടിയൊരു കേസ് ഇട്ടിട്ടുണ്ട് അല്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബോക്സാണ്. ബോക്സിൻ്റെ ഈ കളർ നല്ല ഒരു എന്താണ് വൈബ്രൻ്റ് ആയിട്ടുള്ള യെല്ലോ ആണ്. കാണുമ്പോഴത്തേക്കും തന്നെ എന്താണ് ആ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീലുണ്ട്. ആ പോക്കോ എന്നൊക്കെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ എനിക്കൊരു ഫ്ലെക്സ് പ്രിൻ്റ് ചെയ്യാനുണ്ടായപ്പോൾ ഇതേ കളർ തന്നെയാണ് ഞാൻ ആ ഫ്ലെക്സിന് യൂസ് ചെയ്തത്. ഓസ്വോൾട്ടിൻ്റെ ഏറ്റവും പുതിയ ഗെയിമാണ്. ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്നത് എക്സ്റ്റേണൽ ആപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ UI തന്നെ വരുന്ന MI UIയിലുള്ള സ്ക്രീൻ റെക്കോർഡറാണ്. അതിൽ സൗണ്ട് റെക്കോർഡായിട്ടില്ല, ഗെയിമിൻ്റെ സൗണ്ട് റെക്കോർഡായിട്ടില്ല. നല്ല രീതിയിലുള്ള പെർഫോമൻസാണ് ഗെയിം കാഴ്ചവെച്ചത്. എനിക്കൊട്ടും ലാഗൊന്നും ഒട്ടും ഫീൽ ചെയ്തില്ല. ഇത് മാത്രമല്ല, പബ്ജിയിലാണെങ്കിലും എനിക്ക് ലാഗൊന്നും ഫീൽ ചെയ്തിട്ടില്ല. ഫുൾ HD എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സ്ക്രീനും നല്ല രീതിയിലുള്ള കളർ റീപ്രൊഡക്ഷനും നല്ല ഫാസ്റ്റായിട്ട് റീഫ്രഷിംഗ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. എനിക്ക് അതിലും ഞാൻ ഭയങ്കര തൃപ്തനാണ്. പിന്നെ ഇതും നല്ലൊരു ഗെയിമാണ്. ഇത് ഞാൻ അധികം കളിച്ചില്ല, ഫസ്റ്റായിട്ടാണ് ഞാൻ കളിക്കുന്നത്. കാരണം ഇതൊക്കെ കളിക്കാൻ പറ്റുന്ന വിശ്വാസത്തോടെ ഹീറ്റാവാതെ കളിക്കുന്ന ഒരു ഡിവൈസ് ഇപ്പോഴാണ് കിട്ടിയത്. MIയിൽ ഞാൻ പബ്ജിയൊക്കെ കളിക്കുമായിരുന്നു. ഇതിൽ പക്ഷേ കുറച്ചും കൂടെ ഗെയിമിങ് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ഫോണാണ്. പക്ഷെ നല്ല ഹീറ്റിംഗ് ആവുന്നുണ്ട്, ലിക്വിഡ് കൂളിംഗ് ഉള്ളതുകൊണ്ട് ഒരു ആശ്വാസം. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ആദ്യമായിട്ടാണ് എൻ്റെ പേജ് കാണുന്നതെങ്കിൽ. അതുപോലെ തന്നെ ഇതിൽ ക്യാമറ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ അതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടു നോക്കുക. മാക്സിമം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഏതൊരു ഗാഡ്ജറ്റിനെ പറ്റിയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഡൗട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം ചോദിക്കാൻ ഒരു ആളായിട്ട് നിങ്ങൾക്ക് എന്നെ കാണാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളും അനുസരിച്ചിട്ടുള്ള ഓരോന്നിൻ്റെയൊക്കെ സജഷൻസൊക്കെ നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ഡിവൈസ് എല്ലാം കിട്ടിയെന്ന് വരത്തില്ല റിവ്യൂ ചെയ്യാനായിട്ട്. പക്ഷേ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ചെറുതായിട്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കാം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മനോഹരമായ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ശിവ സൈനിങ് ഔട്ട് ഫ്രം റിപ്പിൾ സ്പേസ് ടൈം. ബൈ ബൈ.